ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കേരള മലബാർ ചിക്കനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാംസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾ, 1 സ്പൂൺ പെപ്പർ, 1/2 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 സ്പൂൺ തൈര്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 45 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി 5 ചെറുള്ളി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകവും പെരിഞ്ജീരകവും, അരമുറി തേങ്ങയിലേക്ക് ചേർത്തതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് പച്ചമസാല ചേർക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളകും, ആവശ്യത്തിന് ഉപ്പും 1 തക്കാളിയും ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഒരു ബൗളിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾ, 1 സ്പൂൺ പെപ്പർ, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ചിക്കൻ മസാല, ഇതെല്ലാം സോട്ട് ചെയ്ത ഉള്ളിയിലേക്ക് ചേർക്കാം. കുറച്ച് കരിവേപ്പിലയും പുതിന ഇല ആഡ് ചെയ്യാം. ഇതിലേക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് കുക്ക് ചെയ്തെടുത്ത 1/2 കപ്പ് ഗ്രീൻ പീസ് ചേർക്കാം. 45 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റോക്കോടെ കൂടെ തന്നെ നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാം. ഇതിലേക്ക് അരച്ചെടുത്ത കോക്കനട്ട് പേസ്റ്റ് ചേർക്കാം. ചിക്കനൊക്കെ ഓൾറെഡി കുക്ക്ഡ് ആണ്, അതുകൊണ്ട് നമ്മുടെ കറിയുടെ തിക്നെസ് അനുസരിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. ഇതിന് ദോശ നല്ലൊരു കോമ്പിനേഷനാണ്. ദോശമാവ് എങ്ങനെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ദോശ കൂടെ പ്രിപ്പയർ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേരള മലബാർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ദോശ മാത്രമല്ല, അപ്പം, പൊറോട്ട, പത്തിരി, ഇടിയപ്പം, സ്റ്റീംഡ് ബ്രെഡ് എല്ലാം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് എല്ലാവരും വീട്ടിൽ കേരള മലബാർ ചിക്കൻ പ്രിപ്പയർ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണും വരെ ബൈ.